ഹലോ ഫ്രണ്ട്സ്, എഡ്യൂ പ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കേരളത്തിലെ ഒപ്റ്റോമെട്രി കോഴ്സിനെ കുറിച്ചും കേരളത്തിൽ BSc ഒപ്റ്റോമെട്രി കോഴ്സുകളുള്ള കോളേജുകളെക്കുറിച്ചുമാണ്. +2 കഴിഞ്ഞ് മെഡിക്കൽ രംഗത്ത് ഒരു കരിയർ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഐ കെയർ ഫീൽഡിൽ താല്പര്യമുള്ളവർക്ക് തിരഞ്ഞെടുക്കാവുന്ന നല്ല ഒരു പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി. ആദ്യമായി ഒപ്റ്റോമെട്രി കോഴ്സ് എന്താണെന്ന് നോക്കാം. BSc ഒപ്റ്റോമെട്രി കോഴ്സ് കണ്ണുകളുടെ ആരോഗ്യ സംരക്ഷണം, കാഴ്ചയുടെ പരിപാലനം, കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടെത്തൽ എന്നിവയെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഈ കോഴ്സിലൂടെ വിദ്യാർത്ഥികൾക്ക് കണ്ണ് പരിശോധന, കണ്ണട നിർദ്ദേശിക്കൽ, കോണ്ടാക്ട് ലെൻസ് നിർദ്ദേശിക്കൽ, ശസ്ത്രക്രിയ ഒഴികെയുള്ള കണ്ണുരോഗങ്ങളുടെ പരിചരണം എന്നിവയിൽ പരിശീലനം നൽകുന്നു. ഇനി BSc ഒപ്റ്റോമെട്രി കോഴ്സിന്റെ ഡ്യൂറേഷൻ നോക്കാം. BSc ഒപ്റ്റോമെട്രി കോഴ്സ് ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ 4 വർഷത്തെ ഒരു ഡിഗ്രി പ്രോഗ്രാമാണ്. ഇനി കേരളത്തിൽ BSc ഒപ്റ്റോമെട്രി കോളേജുകളുടെ ഡീറ്റെയിൽസും ഓരോ കോളേജിലുള്ള സീറ്റ് വിവരങ്ങളും നോക്കാം. കേരളത്തിൽ ഗവൺമെൻറ് ഒപ്റ്റോമെട്രി കോളേജുകൾ ആകെ 2 മാത്രമാണ് ഉള്ളത്. ഒന്നാമത്തേത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, സീറ്റുകളുടെ എണ്ണം 22. രണ്ടാമത്തേത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, സീറ്റുകളുടെ എണ്ണം ആകെ 22. അതായത് മൊത്തം സീറ്റ് 44 ഗവൺമെൻറ് കോളേജുകൾ ഉള്ളത്. മെറിറ്റ് കോട്ടയിലെ ഈ സീറ്റുകളിലേക്ക് LBS പോർട്ടൽ വഴിയാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. LBS മെറിറ്റ് ലിസ്റ്റ് +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത്. പിന്നെ ഗവൺമെൻറ് കോളേജുകളിൽ മാനേജ്മെൻറ്റ് കോട്ട ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് വെളിയിലാണ് ഈ കോഴ്സ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വീഡിയോയുടെ അവസാനം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ ഒരിക്കലും നിങ്ങൾ കേരളത്തിന് വെളിയിൽ ഒരു പാരാമെഡിക്കൽ കോഴ്സിനും അഡ്മിഷൻ എടുക്കരുത്. അല്ലെങ്കിൽ ആ ഡിഗ്രി കൊണ്ട് കേരളത്തിൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ള കാര്യം അറിയുക. ഇനി BSc ഒപ്റ്റോമെട്രി കോഴ്സുള്ള കേരളത്തിലെ പ്രൈവറ്റ് ഒപ്റ്റോമെട്രി കോളേജുകളുടെ ഡീറ്റെയിൽസും സീറ്റ് വിവരങ്ങളും നോക്കാം. ഗവൺമെൻറ് കോളേജുകളെക്കാൾ കൂടുതൽ സീറ്റുകൾ BSc ഒപ്റ്റോമെട്രി കോഴ്സിന് കേരളത്തിലെ പ്രൈവറ്റ് ഒപ്റ്റോമെട്രി കോളേജുകളിൽ ഉണ്ട്. 14 കോളേജുകളിലായി 180ഓളം സീറ്റുകൾ BSc ഒപ്റ്റോമെട്രി കോഴ്സിന് കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഒപ്റ്റോമെട്രി കോളേജുകളിൽ ലഭ്യമാണ്. എറണാകുളം, കോട്ടയം, ട്രിവാൻഡ്രം, പാലക്കാട്, ഇടുക്കി, കൊല്ലം, കണ്ണൂർ തുടങ്ങി കേരളത്തിലെ ഭൂരിഭാഗം ജില്ലകളിലും BSc ഒപ്റ്റോമെട്രി കോഴ്സുള്ള കോളേജുകളുണ്ട്. ഇനി കേരളത്തിലെ ടോപ്പ് ഒപ്റ്റോമെട്രി കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒപ്റ്റോമെട്രി കോളേജുകളിൽ ചിലത് ഇവയാണ്: ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് അങ്കമാലി തുടങ്ങിയവ. അടുത്തതായി BSc ഒപ്റ്റോമെട്രി കോഴ്സ് ഫീസ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം 1 ലക്ഷം രൂപയാണ് ഈ കോഴ്സിൻ്റെ വാർഷിക ഫീസ്. ട്യൂഷൻ ഫീസ് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നതനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ട്യൂഷൻ ഫീസ് എല്ലാ കോളേജുകളിലും ഒന്ന് തന്നെ ആയിരിക്കും. ഓരോ കോളേജ് അനുസരിച്ച് അഡ്മിഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ് തുടങ്ങിയവയിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഇനി ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഗവൺമെൻറ് കോളേജുകളിലെ മെറിറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ LBS പോർട്ടൽ വഴിയാണ് നടക്കുന്നത്. മെറിറ്റ് കോട്ട റാങ്ക് ലിസ്റ്റ് +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത്. പൊതുവെ സീറ്റ് വളരെ കുറവായതിനാൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്ട്സിൽ മിനിമം 50% ഉള്ളവർക്ക് അപേക്ഷിക്കാം. എങ്കിലും മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാൻ കുറഞ്ഞത് 85% മുതൽ 90% വരെയെങ്കിലും മാർക്ക് വേണ്ടി വന്നേക്കാം. പ്രൈവറ്റ് കോളേജുകളിൽ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള അഡ്മിഷൻ അതാത് കോളേജുകൾ തന്നെയാണ് നടത്തുന്നത്. താല്പര്യമുള്ളവർക്ക് അതാത് കോളേജുകളെ സമീപിക്കാവുന്നതാണ്. +2 മാർക്ക് കുറവുള്ളവർക്കും മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ്റെ ഗൈഡൻസിനും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഇനി BSc ഒപ്റ്റോമെട്രി കോഴ്സ് കഴിഞ്ഞവർക്കുള്ള ജോലി അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഐ ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്സ്, ഒപ്റ്റിക്കൽ ഷോറൂംസ്, കൂടാതെ ഒപ്റ്റോമെട്രി കോഴ്സിൽ BSc ഡിഗ്രി ഉള്ളവർക്ക് ഇന്ത്യയിലും വിദേശത്തും അവസരങ്ങൾ നിരവധി ലഭ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ BSc ഒപ്റ്റോമെട്രി കോഴ്സ് ഐ കെയർ ഫീൽഡിൽ ഒരു സ്റ്റേബിൾ മെഡിക്കൽ കരിയർ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇനി വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് വരാം. കേരളത്തിലും തമിഴ്നാട്ടിലും BSc ഒപ്റ്റോമെട്രി കോഴ്സ് 4 വർഷത്തെയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും 3 വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ച് കേരളത്തിൽ വരുന്ന കുട്ടികൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കൂടാതെ 3 വർഷത്തെ BSc ഡിഗ്രി കൊണ്ട് ഉപരിപഠനത്തിനും ജോലിക്കും ബുദ്ധിമുട്ടായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. BSc ഒപ്റ്റോമെട്രി അഡ്മിഷൻ ഗൈഡൻസിനും, കൂടാതെ BSc ന്യൂക്ലിയർ മെഡിസിൻ, BPT, BSc റേഡിയോളജി, BSc റേഡിയോ തെറാപ്പി, BSc MLT, BSc അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ ടെക്നോളജി, BSc ഡയാലിസിസ്, BSc നഴ്സിംഗ്, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, GNM മുതലായ കോഴ്സുകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മറുപടി തരുന്നതാണ്.
ഈ പറഞ്ഞ കോഴ്സുകളെ പറ്റിയുള്ള വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി അറിയിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.